ബൈസൺവാലി വില്ലേജിലെ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചക്രമുടിയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത. ചക്രമുടിയിൽ റോഡ് നിർമ്മിച്ച ഭാഗത്ത് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായി. മഴ ശക്തമായാൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമെന്നാണ് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക. അപകട ഭീഷണിയുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിട്ടും ഇവിടെ അനധികൃതമായി നിർമ്മിച്ച കുളം നികത്താൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമി കയ്യേറ്റം അന്വേഷിച്ച IG K സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മലമുകളിലെ കുളം താഴെയുള്ള 200-ൽ പരം കുടുംബങ്ങൾക്ക് ഭീഷണിയാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുളം പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ 2024 നവംബർ 17 ജില്ലാ ഭരണകൂടം ബൈസൺവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ബൈസൺവാലി പഞ്ചായത്ത് കുളം നികത്തുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണ് സംരക്ഷണ വകുപ്പ്, മൈനർ ഇറിഗേഷൻ, പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ സാങ്കേതിക ഉപദേശം തേടി. കഴിഞ്ഞ ഡിസംബറിൽ മണ്ണ് സംരക്ഷണ വിഭാഗം, മൈനർ ഇറിഗേഷൻ, പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ കുളം അപകട ഭീഷണിയല്ലെന്നും അതിനാൽ മൂടേണ്ടതില്ലെന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. പ്രദേശത്ത് നിന്ന് തന്നെ വീണ്ടും മണ്ണെടുത്ത് കുളം മൂടുന്നത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അതിനാൽ കുളത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ബണ്ടിലും കുളത്തിനകത്തും ജിയോ സിന്തറ്റിക് ക്ലേ ലൈനർ വിരിച്ച് പുല്ല്, രാമച്ചം, കൈത പോലുള്ള സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനുമായിരുന്നു വിദഗ്ധ സംഘം നിർദ്ദേശിച്ചത്. എന്നാൽ മലമുകളിൽ 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലും നിർമ്മിച്ച കുളം മഴക്കാലത്ത് ഭീഷണിയാണെന്ന് പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകി. കുളത്തിന്റെ മൺവരമ്പ് പൊട്ടിച്ചു നീക്കിയാൽ വലിയ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷങ്ങളും തങ്ങി നിന്ന് കുളത്തിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ മൺവരമ്പ് പൂർണ്ണമായും പൊളിച്ചു നീക്കി സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ 16 ബൈസൺവാലി പഞ്ചായത്ത് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ കളക്ടർ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30(2) പ്രകാരം ദേവികുളം സബ് കളക്ടർ, മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ, ജില്ലാ ജിയോളജിസ്റ്റ്, പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ച ഉത്തരവിറക്കി. ഈ സംഘം ഒരു ജിയോ ടെക്നിക്കൽ വിദഗ്ധന്റെ സഹായത്തോടെ സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി. കുളം അപകടരഹിതമായി പൊളിച്ചു നീക്കുന്ന കാര്യത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ മാർച്ച് 24 കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ചക്രമുടിയിൽ സംയുക്ത പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.